ഇടുക്കി തൊടുപുഴയിൽ കാറ്ററിംഗ് ഉടമ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലച്ചോറിന്റെ ക്ഷതമാണ് മരണകാരണം. കൊലപാതകത്തിൽ മുഖ്യപ്രതി ജോമോനുമായി തെളിവെടുപ്പ് നടത്തി. 3 ദിവസത്തെ ആസൂത്രണത്തിനൊടുവിൽ 5-ാം ദിവസമാണ് ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതി ജോമോൻ പോലീസിനോട് പറഞ്ഞു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, വിശദാംശങ്ങൾ. ഹരിത, ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. തലച്ചോറിനേറ്റ ക്ഷതവും അതോടൊപ്പം തന്നെ ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ബിജു ജോസഫിന്റെ കൊലപാതക കേസിലെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ കൊല്ലപ്പെട്ട ബിജു ഈ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്നാണ് ഇൻക്വസ്റ്റ് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഷൂ ലേസ് കൊണ്ട് കൈകൾ ബന്ധിച്ചിരുന്നു. മുഖത്തും തലയിലും പരിക്കേറ്റ പാടുകളുണ്ട്. ഈ മർദ്ദനത്തെ തുടർന്ന് ബിജു രക്തം ഛർദ്ദിച്ചു എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ബിജുവിനെ തട്ടിക്കൊണ്ടാൻ ഉപയോഗിച്ച ഒമിനി വാൻ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ബിജുവിന്റെ ഇരുചക്ര വാഹനവും പ്രതികൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ തെളിവുകൾക്കായി പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ബിജു ജോസഫ് കൊലക്കേസിലെ മുഖ്യപ്രതിയും ബിജുവിന്റെ മുൻ ബിസിനസ് പങ്കാളിയുമായ ജോമോന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ജോമോനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 പ്രതികളാണ് കേസിലുള്ളത്. ജോമോൻ ബിജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതായാണ് ഈ ജോമോൻ മൊഴി നൽകിയിരിക്കുന്നത്. ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായിരുന്നു ജോമോൻ. ഇരുവരും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.